തൃശൂർ പൂങ്കുന്നത്ത് തീപിടുത്തം. പൂങ്കുന്നം ഉദയനഗറിലെ പാടത്താണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ത്? അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ? സൂരജ്, കഴിഞ്ഞ ദിവസവും ഇതിന് സമീപത്ത് തീപിടിക്കുന്നു. ഈ പാടത്ത് പെട്ടെന്ന്, അതായത് പുല്ലുകൾക്ക് തീപിടിക്കുകയായിരുന്നു. സമാനമായ രീതിയിലാണ് ഇന്നും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദയനഗറിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. സമീപത്ത് അല്പം മാറി വീടുകൾ ഉൾപ്പെടെയുണ്ട്. കഴിഞ്ഞ തവണ തീപിടുത്തം ഉണ്ടായപ്പോൾ ഏക്കർ കണക്കിന് പാടത്ത് ഉണ്ടായിരുന്ന പുല്ലുകളടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വ്യാപകമായ രീതിയിലാണ് ഇത്തവണയും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് നിലവിൽ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളിലേക്ക് ഫയർഫോഴ്സ് കടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് ഈ വലിയ രീതിയിലുള്ള ചൂടാണ് പ്രദേശത്ത് ഉൾപ്പെടെ പകൽ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുല്ലെല്ലാം കരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഈ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.